ഇസ്രയേൽ ധനമന്ത്രിയായ സ്മോട്രിച്ച് ഇന്ത്യയിലെത്തി. ഇന്ത്യൻ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനുമായിട്ട് ഒരു ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഇനി പല കരാറുകളിലും ഒപ്പുവെക്കുന്നു, പല രീതിയിലും ഒന്നിച്ച് നീങ്ങാൻ തീരുമാനിക്കുന്നു. ഇത് അമേരിക്കയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഒരു വിഭാഗം ആക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇല്ല, അത് ദേശാഭിമാനിയുടെ ദേശാഭിമാനിയുടെ ആരോപണമാണത്. മാധ്യമം പോലും അത്രയും കടത്തി പറയില്ല, മോശമായി പോയി എന്നൊക്കെ പറയും. അമേരിക്കയെ പ്രീണിപ്പിക്കാനാണ് എന്നൊന്നും അവർ പറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി പറഞ്ഞൊന്നും അറിയില്ല. രണ്ടുപേരും ഏകദേശം ഒരേ ലൈനാണ്. അത് പറഞ്ഞ ഒരു വാക്യമുണ്ട്, കൊലയാളി രാഷ്ട്രവുമായിട്ടാണ് ഇന്ത്യ കരാറിൽ ഒപ്പിടുന്നതെന്ന് പറയുന്നുണ്ട്. അല്ലെ, ഇവരുടെ ഒരു ഇക്വേഷനെ പണ്ട് മുതൽ നമ്മൾ ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല. അത് നെഹ്റുവിൻ്റെ കാലം മുതൽ. നെഹ്റു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. പലരും ധരിക്കുന്ന പോലെ നെഹ്റു കോൺഗ്രസ് ഒന്നും ആയിരുന്നില്ല, പുള്ളി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പിന്നെ ഗാന്ധിയുടെ മാർക്ക് കിട്ടാനും നാട്ടുകാരെ പറ്റിക്കാനും ഒക്കെ ആയിട്ടൊരു തൊപ്പിയൊക്കെ വെച്ച് പുള്ളി കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസ്സായിട്ട് അഭിനയിക്കുകയായിരുന്നു. വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പുള്ളി, പ്രവൃത്തിയിലും ചിന്തയിലുമെല്ലാം. അപ്പോൾ ഇവർക്കെല്ലാം ഈ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെ എതിർക്കുക. ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, ഈ ബാസ്ക്കറ്റ് ബോളിലൊക്കെ നമ്മൾ കളിക്കുമ്പോൾ ആ പലകയിലേക്ക് പന്തെറിയും. പലകയിലേക്ക് പന്ത് തിരിച്ചു വന്ന് ഈ കൊട്ടയിൽ വീഴാൻ വേണ്ടിയിട്ടാണ് പലകയിലേക്ക് എറിയുന്നത്, ബൗൺസ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പലകയോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. ഇതുപോലെ ഇസ്രായേലിലേക്ക് ഇവർ അടിക്കുമ്പോൾ ഇവിടെ മുസ്ലിം വോട്ട് അവരുടെ കൊട്ടയിലേക്ക് വീഴും. ഇതായിരുന്നു ഡിസൈൻ. അപ്പോൾ നിരന്തരം ഇസ്രായേലിനെ ആക്രമിക്കും, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കും, കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും. അപ്പോൾ പണ്ട് ഇത് കോൺഗ്രസ് ആയിരുന്നു ഇതിൻ്റെ കുത്തക. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുസ്യൂതം തുടരുന്ന ഒരു ഇസ്ലാമിക പ്രീണനത്തിൻ്റെ ഭാഗമാണ് ഈ ഇസ്രായേൽ വിരോധം അവരുടെ. ഇസ്രായേലുമായിട്ട് വാസ്തവത്തിലുണ്ടല്ലോ 1948 ഇസ്രായേൽ നിലവിൽ വന്നു കഴിഞ്ഞ് അവർ ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കി. കാരണം ലോകം മുഴുവൻ ജൂതന്മാരെ ഓടിച്ചിട്ടടിച്ചപ്പോൾ ജൂതന്മാർക്ക് അഭയം കൊടുത്ത ഏകരാഷ്ട്രം ഇന്ത്യയാണ്. അവരെ ആരും ഉപദ്രവിച്ചില്ല, ഒന്നും ചെയ്യില്ല. അവർ സുഖമായിട്ട് താമസിച്ചു, എത്രയോ നാൾ താമസിച്ചു. എന്നിട്ട് അവസാനത്തെ ജൂതൻ വരെ ഇസ്രായേലിലേക്ക് കുടിയേറി. ആരും ഒരു തടസ്സവും പറഞ്ഞില്ല. അവർ ഇവിടെ എല്ലാ ബിസിനസ്സും നടത്തി, അവർ ഫ്ലറിഷ് ചെയ്തു. ഇപ്പോഴും എത്രയോ പേരുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്, ഒക്കെയുണ്ട്. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവർ പ്രമേയം പാസ്സാക്കി. നമ്മളപ്പോഴും അവരുമായിട്ട് ഉടക്കിലാണ്. കാരണം ഗൾഫ് രാജ്യങ്ങൾ അവരുമായിട്ട് ഉടക്കിലായിരുന്നു അന്ന്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രതിനിധികളാണ്. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഗൾഫിൽ യാതൊരു വിലയില്ല, അന്നുമില്ല ഇന്നുമില്ല. അന്ന് ഈ പറഞ്ഞ എണ്ണയൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഇപ്പോൾ ഒരു 70കളിലെ പ്രതിഭാസമാണ് ഈ ഗൾഫിൽ എണ്ണ കണ്ടുപിടിക്കലും വലിയ പണക്കാരായിട്ട് അവർ മാറലുമൊക്കെ. മറ്റത് ഒരു പ്രാകൃതമായ രാജ്യം, ഏകാധിപത്യം, രാജാവ്, കാട്ടറബി, ഇങ്ങനെയൊക്കെ കഴിയുന്നതാണ്. അപ്പോഴും നമ്മൾ അവരുടെ കൂടെയാണ്. അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇസ്രായേലിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. ഇത് പോകെ പോകെ മാറി വന്ന് 1991 നരസിംഹറാവുവിൻ്റെ കാലത്താണ് നമ്മൾ ഇസ്രായേലുമായിട്ട് ഫുൾ ഫ്ലെഡ്ജ് ബന്ധം തുടങ്ങി. ഇസ്രായേലിൻ്റെ എംബസി ഡൽഹിയിൽ സ്ഥാപിച്ചു. അങ്ങനെയാണ് ഇസ്രായേലും നമ്മളും തമ്മിൽ ഫോർമൽ ബന്ധം തുടങ്ങുന്നത്. അന്നും ഇവർ ദേശാഭിമാനിയൊക്കെ ഒരുപാട് നിലവിളിച്ചാണ്, ഇസ്രായേലിനെ തുടരുതെന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്ത് ചെയ്തു, ഒരു പാലസ്തീൻ എംബസിയും വെച്ചു ഡൽഹിയിൽ. കുഴപ്പമില്ലല്ലോ, ബാലൻസ്. അപ്പോൾ പാലസ്തീൻ രാജ്യം എവിടെയാണ്? രാജ്യം അങ്ങനെ ഇല്ല, പക്ഷേ എംബസിയുണ്ട് അവർക്ക്. അങ്ങനെ ഇപ്പോഴും ഉണ്ട് പാലസ്തീൻ എംബസി. അങ്ങനെ ബാലൻസ് ചെയ്ത് നമ്മൾ. പക്ഷേ ഇസ്രായേൽ വാസ് ഡാം സീരിയസ്. ലോകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ അവരുടെ ഹിസ്റ്ററി വെച്ച്, പുസ്തകം വെച്ച് പഠിക്കാനല്ല. ദ ടെക്നോളജി വിച്ച് ദേ ആർ യൂസിങ്, അവർ ചെയ്യുന്ന കൃഷി. ഇസ്രായേലിൽ വെള്ളം എവിടെ നിന്നാണ്? വെള്ളം അവർ കടലിൽ നിന്ന് ഈ സലൈൻ വാട്ടർ കൺവെർഷൻ എന്ന് പറയുക, ഉപ്പുവെള്ളം നല്ല വെള്ളമാക്കി മാറ്റുക. അതിൻ്റെ വൻ പാർട്ടികളാണ് ഇസ്രായേലികൾ. സൗദി അറേബ്യ, സൗദി അറേബ്യയിലൂടെ നിന്ന് വെള്ളം. അവർക്ക് ഈ പറഞ്ഞ നദിയൊന്നുമില്ല, വല്ലപ്പോഴും മഴ പെയ്തില്ലെങ്കിലില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ്? കടൽ വെള്ളം ശുദ്ധീകരിച്ച് നല്ല വെള്ളമാക്കി മാറ്റും.
അതുപോലെ ഏറ്റവും കുറഞ്ഞ വെള്ളം കൊണ്ട് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കൃഷി എങ്ങനെ നടത്തും എന്ന് കാണിച്ചു തന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലുമായിട്ടും നമ്മൾ ബന്ധം തുടങ്ങി. ഇപ്പം അത് പോയിട്ട് നമ്മൾ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നു, ഇസ്രായേൽ നമുക്കും ആയുധം തരുന്നു. ഇസ്രായേൽ അഡ്വാൻസ്ഡ് ആയുധങ്ങളാണ് തരുന്നത്, നമ്മൾ ക്രൂഡ് ആയുധങ്ങളാണ് കൊടുക്കുന്നത്. ഈ വെടിയുണ്ട ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ വേണ്ടേ? കാര്യം യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബേസിക് സാധനങ്ങൾ അതിലുള്ളതാണല്ലോ. അല്ല അത് ഈ അത്യന്താധുനിക മിസൈലും സാറ്റലൈറ്റ് നിയന്ത്രിത ഡ്രോണും ഒക്കെ ശരി, അത് ഏറ്റവും പുതിയത്. ബട്ട് ബേസിക് വെടി എന്ന് പറയുന്ന സാധനത്തിന് ഉണ്ട വേണം. ഇതുപോലത്തെ സാധനങ്ങൾ, തോക്ക്, പട്ടാളക്കാർ കൊണ്ടു നടക്കുന്ന തോക്ക്, അത് ഇതൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് നെറ്റ് നമ്മൾ സർപ്ലസിൽ നിൽക്കുക. ഇസ്രായേലിന് കച്ചവടം, ഡിഫൻസ് കച്ചവടത്തിൽ ടെക്നോളജിയിൽ അവർ മികച്ച് നിൽപ്പുണ്ട്. പക്ഷേ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മളാണ് മെച്ചപ്പെട്ട് നിൽക്കുന്നത്. ഇതാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം. ഇസ്രായേലിലേക്ക് കപ്പലിലാണ് ആയുധങ്ങൾ കയറ്റി പോകുന്നത് ഇന്ത്യയിൽ. 2 വർഷം മുമ്പ് ചെന്നൈ തുറമുഖത്ത് ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പൽ, അതിൽ പടക്കോപ്പുകൾ, അത് CITUക്കാർ ലോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കേട്ടില്ല. ഇത് ഇസ്രായേലിൽ ഹമാസുകാരെ, പാവപ്പെട്ട പാലസ്തീൻകാരെ കൊല്ലാനുള്ള ആയുധങ്ങളാണ്, ഞങ്ങൾ ഇത് തൊടില്ല, കേട്ടില്ല. BMS പറഞ്ഞു, അവിടെ BMS വലിയ സ്ഥാപനമാണ്, ഇവർ കുറച്ച് പേരേ ഉള്ളൂ. BMS പറഞ്ഞു നീ മാറ, ഞാൻ കയറ്റാൻ പോവാണ്. പോർട്ട് ട്രസ്റ്റ് പറഞ്ഞു അതേ ഇത് 2 കൂട്ടരും കയറ്റണ്ട, ഇത് ക്രെയിൻ വെച്ചാൽ കയറ്റാൻ പോകുന്നു പറഞ്ഞു. ക്രെയിനിൽ കയറ്റിക്കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഭാരത് ബന്ദ് പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞവർ ഇസ്രായേലിലേക്ക് ആയതുകൊണ്ട് ആര് കേൾക്കാം. ചെന്നൈയിലൊക്കെ ബന്ദ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടിച്ചിട്ട് തല്ലി. സീതാറാം യെച്ചൂരിയൊക്കെ ഇടപെട്ടതാണ്. സീതാറാം യെച്ചൂരി ലേഖനം എഴുതി പീപ്പിൾസ് ഡെമോക്രസിയിൽ, നമ്മുടെ വീരസഖാക്കൾ അത് ചുമന്ന് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മറ്റേ സാമദ്രോഹികൾ അവർ കയറ്റാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിരുന്നു. ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കുകയോ പാലസ്തീന് കൊടുക്കുകയോ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്കതിൽ സ്റ്റേക്കില്ല. നീ വേണ്ടാത്ത സ്ഥാനത്ത് പോയിട്ട് അതിൻ്റെ ന്യായം നടപ്പാക്കാൻ നമുക്കെന്താ കാര്യം? നമ്മൾ വിചാരിച്ചാൽ അത് നിൽക്കാൻ പോകുന്നു. നമുക്ക് നമ്മളെ കച്ചവടമാണ് വലുത്, നമ്മളുടെ ബന്ധങ്ങൾ. ഇസ്രായേലുമായിട്ട് നല്ലൊരു ഡീല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. നമുക്കിപ്പോൾ അമേരിക്ക ഉടക്കി നിൽക്കുകയല്ലേ, അതെ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണ്ടേ? ഇതൊന്നും ദേശാഭിമാനിക്കറിയണ്ട. ഈ നമ്മുടെ ഗുജറാത്തിൽ സൂറത്തുണ്ടല്ലോ, ടെക്സ്റ്റൈലിൻ്റെ ഒരു കേന്ദ്രം. ഇവിടെ തമിഴ്നാട്ടിൽ തിരുപ്പൂർ ടെക്സ്റ്റൈലിൻ്റെ അടുത്ത കേന്ദ്രം. ഇപ്പോൾ ഈ താരിഫ് വന്ന് അമേരിക്കയിലേക്ക് ടെക്സ്റ്റൈൽ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ കിറ്റെക്സ് സാബു ചെയ്തത് എന്താ? ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വിറ്റഴിക്കാനായി നോക്കി. പുള്ളി ഒരാഴ്ചയ്ക്കുള്ളിൽ 50% അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിൻ്റെ 50% ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാൻ പുള്ളിക്ക് പറ്റി. അടുത്ത 50% അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ സാധിക്കും. പുള്ളി പറഞ്ഞു എൻ്റെ നാട്ടിൽ ഇത് വിൽക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ നോക്കിയില്ലായിരുന്നു. ഫുൾ എക്സ്പോർട്ട് ചെയ്തിട്ട് അമേരിക്കയിലേക്ക് പോവുകയാണ്. പുള്ളിയുടെ പ്രോഡക്റ്റ് എത്ര 22 ലക്ഷം ഉടുപ്പുകൾ പെർ മന്ത് ആണ് പുള്ളിയുടെ ടേൺ ഓവർ. അപ്പോൾ അത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പുള്ളി പറഞ്ഞു, ഞാൻ അന്തം വിട്ട് പോയി. ഈ 22 ലക്ഷം ഉടുപ്പ് ഞാൻ എന്ത് ചെയ്യും ഈ താരിഫ് വന്നു കഴിഞ്ഞപ്പോൾ? അപ്പം ശരി, ഇന്ത്യക്കുള്ളിൽ നോക്കാമെന്ന് പറഞ്ഞു. ടാപ്പ് എന്ന് പറഞ്ഞിട്ട് 11 ലക്ഷം വിൽക്കുന്നു, അടുത്ത് 15 ഓട്ടോ വരുന്നു. ഇന്ത്യക്കുള്ളിൽ തന്നെ വിൽക്കാൻ പറ്റും. അതേസമയം ഈ വോളിയം അല്ല സൂറത്തിൻ്റെയും തിരുപ്പൂരിൻ്റെയും ഭീമാകാരമായ വോളിയമാണ്. 72,000 crores തിരുപ്പൂരിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലേക്ക്. വാട്ട് വിൽ ദേ ഡു? അവർ പ്രശ്നത്തിലായി, സൂറത്തുകാരും പ്രശ്നത്തിലായി. സൂറത്തുകാരെ ഇവരെ വിളിച്ചു. സൂറത്തിൽ നിന്ന് ആശീഷ് ഗുജറാത്തി, അങ്ങേര് മുൻ ചെയർമാനാണ് ഗുജറാത്ത് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ. അങ്ങേര് തിരുപ്പൂർ വിളിച്ചു. തിരുപ്പൂർ സുബ്രഹ്മണ്യൻ, തിരുപ്പൂർ എക്സ്പോർട്ട് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ്, സുബ്രഹ്മണ്യനെ വിളിച്ചു. സുബ്രഹ്മണ്യം, നമ്മളിങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? ഞാനാകെ അന്തം വിട്ടിരിക്കുകയാണ്. 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നു, അവരുടെ ജോലി പോകും, ജോലി ഇല്ലാതാകും. സൂറത്തിൽ അതിലും വലിയ കഷ്ടം, ജോലി ഓൾറെഡി പോയി കഴിഞ്ഞു ആൾക്കാരുടെ. അപ്പോൾ പറഞ്ഞു സുബ്രഹ്മണ്യൻ, നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാമർഥ്യമുണ്ട്, ബ്രാൻഡ് ചെയ്യാനൊക്കെയുള്ള. ഇത് സൂറത്തിനില്ല. പക്ഷേ സൂറത്ത് മാൻമെയ്ഡ് ഫൈബർ ഉണ്ടാക്കുന്നതിൽ, മാനുഫാക്ചറിങ്ങിൽ അഗ്രഗണ്യന്മാരാണ് സൂറത്ത്.
ഫിക്സഡ് ഓർഡർ ഉണ്ടാവണം, അത് അവർ കയറ്റിവിടും. അല്ലാതെ അവർക്കൊരു മാർക്കറ്റിങ്ങോ അത് പാക്ക് ചെയ്യുക, അട്രാക്റ്റീവ്, ഇത് ബ്രാൻഡിങ്. ഇപ്പോൾ കിറ്റെക്സ് എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതൊന്നും സൂറത്തുകാർക്കില്ല. ഈ തിരുപ്പൂർകാരന് ഇതുണ്ട്, ആ സ്കില്ലുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്താലോ, റെഡി എന്ന് പറഞ്ഞു. തിരുപ്പൂരുകാരെ ഇമ്മീഡിയറ്റ് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, MMF കമ്മിറ്റി, മാൻമെയ്ഡ് ഫൈബറിൻ്റെ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. അത് നോക്കാനായിട്ട് ഒരാളെ വെച്ചു. സത്യം പറഞ്ഞ സിനിജി, ഇവർക്കൊക്കെയാണ് പത്മശ്രീ കൊടുക്കേണ്ടത്, മനസ്സിലായി? ഈ ആശിഷ് ഗുജറാത്തിക്കും സുബ്രഹ്മണ്യനും ഒക്കെ വേണം പത്മശ്രീ കൊടുക്കാൻ. അവരാണ് ഈ ചലഞ്ച്. പോകാൻ പറയണം അമേരിക്ക, ഞങ്ങളിത് ആഫ്രിക്കയിൽ, ബാക്കി ജപ്പാനിൽ, അവിടെ ഇവിടേക്ക് വിൽക്കാൻ അവരിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പതുക്കെ ആ മാർക്കറ്റുകളൊക്കെ തുറക്കാൻ ഏർപ്പാട് ചെയ്യുന്നു. അവർ നിർമ്മലാ സീതാരാമനെ അവർ പോയി കണ്ടു. ആ നിർമ്മലാ സീതാരാമൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇന്ന സാധനത്തിൻ്റെ ഡ്യൂട്ടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ, അതിൻ്റെ ഡ്യൂട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഡൺ എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അവർ ആ ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്തു. സോ വി ആർ ഗിയറിങ് അപ്പ് ഫോർ ഫൈറ്റിംഗ് വിത്ത് എനിത്തിങ്. അപ്പോഴാണ് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് താരിഫും പ്രശ്നമൊന്നുമില്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്നു. ഫൈൻ, വെരി ഗുഡ്. അപ്പം തന്നെ ഒപ്പിട്ട് റെഡിയാക്കിയതാണ് ഈ കരാർ. അല്ലാതെ ഇവർ ഇല്ലാത്ത നമുക്കെന്ത് കാര്യമെന്ന് പാലസ്തീനും ഇവരും ഒക്കെ തമ്മിലുള്ള വഴക്കിൽ. പാലസ്തീനിൽ ഇവരുടെ ഏത് അമ്മാച്ചനാണ് ഇരിക്കുന്നത്? പാലസ്തീൻ. ഇതിനൊന്നും കൊണ്ടുപോയി തലവെച്ച് നമ്മുടെ സമയവും പണവും നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ജനങ്ങളെ നോക്കിയാൽ മതി. അത് നോക്കുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ. അത് ഇവർക്ക് കണ്ണിൽ പിടിക്കുന്നില്ല. ഇവർ ഈ പാലസ്തീൻ പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുന്നു. പാലസ്തീൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 10 വോട്ട് കിട്ടുന്ന, ശരി, മേടിച്ചുകൊണ്ട് പോട്ടെ. അവർക്കിപ്പോൾ ഈ വോട്ട് എന്നുള്ള ഇപ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോകുമല്ലേ, അതിൻ്റെ പേരിലാണ് ഈ കാണിക്കുന്ന ബഹളം മുഴുവൻ. അല്ലെങ്കിൽ മറ്റ് പത്രങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. ഇസ്രായേൽ മന്ത്രി വന്നത്, ഇസ്രായേലിലെ 4ാമത്തെ ഉന്നതതല സംഘമാണ് നാലാമത്തെ തവണ ഇവിടെ സന്ദർശിക്കുന്നത്. അപ്പം 4 തവണയൊക്കെ ഇസ്രായേൽ വരണമെങ്കിൽ അത്രയും നല്ലൊരു ബന്ധം ഇന്ത്യയായിട്ട് വേണമെന്ന് അവരും ചിന്തിക്കുന്നുണ്ടല്ലേ? കാരണം നമുക്കിപ്പോൾ ഈ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടെ നമുക്ക് വേറെ മാർഗങ്ങൾ കണ്ടുപിടിക്കണ്ടേ? അത് ഇസ്രായേൽ ആരുമായിട്ടും നമ്മൾ ചർച്ച ചെയ്യും. ഏതാ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലത്ത് നരേന്ദ്രമോദി, ഞാൻ അന്തം വിട്ടുപോയി, ഇങ്ങനൊരു സാധനം ഭൂപടത്തിലുണ്ടോ എന്ന്. അവിടെയൊക്കെ പോയി, കാരണം എല്ലാവരുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുക. അവിടെ റെയറൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നാളെ റഷ്യ കണ്ണടയ്ക്കുകയാണ്. അതേ, എണ്ണയൊന്നും തരാൻ നിർവാഹമില്ല, ഞങ്ങൾ ഒത്തുതീർപ്പായി, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വഴിയാതരമാവില്ലേ? നമ്മളതുകൊണ്ട് അൾജീരിയയുമായിട്ടൊരു കരാറുണ്ടാക്കി എണ്ണ ലിഫ്റ്റ് ചെയ്യാൻ. ഇവൻ റഷ്യ നാളെ പുടിൻ പറയുകയാണ് ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളപ്പം തന്നെ അൾജീരിയ. അല്ലാതെ നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കണമെന്നാണ്. ഒന്നുമില്ല, നമ്മൾ സകല സ്ഥലത്തും ബാക്കപ്പ് ഇറക്കിയത്. പിന്നെ ചില ഈ നിരന്തരം അമേരിക്കയിലേക്ക് ഇങ്ങനെ കയറ്റിപ്പോകുമ്പോൾ പെട്ടെന്ന് അതങ്ങ് അടഞ്ഞു കഴിയുമ്പോൾ ഒരു അന്താളിപ്പം ഉണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടൈമാണ് ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. അതിൻ്റെ പുറത്ത് കുറച്ച് ഈ പറഞ്ഞ തൊഴിൽ നഷ്ടം ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. സൂറത്തിലുമുണ്ട്, തിരുപ്പൂരിലുമുണ്ട്. തൊഴിൽ നഷ്ടം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ പിരിച്ചു വിട്ടിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഈ സാലറി വൈകി എന്നൊക്കെ പറയുമല്ലോ, ആ അവസ്ഥ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായ തൊഴിൽ നാശം ഉണ്ടായിട്ടില്ല. ബട്ട് അതിൽ എണ്ണ ഒഴിക്കാനായിട്ട് ഇവരുടെ ഈ ദേശാഭിമാനിയുടെ കൂട്ടുകാരൻ സ്റ്റാലിനുണ്ടല്ലോ, സ്റ്റാലിൻ പറഞ്ഞു ഇത് നരേന്ദ്രമോദിയാണ് ഇതിന് കാരണക്കാരൻ. അയാൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചുകൊണ്ടാണ് തിരുപ്പൂരിൻ്റെ എക്സ്പോർട്ട് നിന്നുപോയത്. കാര്യം ശരിയാ. ബട്ട് തിരുപ്പൂരുകാർക്ക് എന്തോ നരേന്ദ്രമോദി ശത്രുവായിട്ട് മാറും. ഇതൊരു ആത്മനിർഭർ, നമ്മൾ അവൻ്റെ സായിപ്പിൻ്റെ ഇതിന് തീട്ടൂരത്തിന് കീഴടങ്ങേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജോലി പോവില്ല, നിങ്ങളുടെ ശമ്പളം ഒരല്പം താമസിച്ചിട്ടുണ്ട്, അതിന് സർക്കാരും ഗ്യാരണ്ടിയാണ് എന്ന് പറയുന്നതിന് പകരം ഇയാൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നു സ്റ്റാലിൻ. എന്തു ചെയ്യും? അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും നമ്മൾ ഇസ്രായേലും ആയിട്ടുള്ളൊരു കരാറുമായിട്ട് മുന്നോട്ട് പോകും, നമ്മൾ അതിജീവിക്കും. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.